രാവിലെ എഴുന്നേറ്റ് ബെഡൊക്കെ തന്നെ നീറ്റാക്കി വിരിച്ചാൽ എനിക്ക് ആ ദിവസം ഒരു എന്താ ഭയങ്കര പോസിറ്റീവാണ് കേട്ടോ. എനിക്ക് ആ ഡേ അങ്ങ് പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ യു ആർ ഡൺ ഹിയർ. എൻ്റെ ബോഗൻവില്ലയില് നിറയെ പൂ വന്നിട്ടുണ്ട്. നല്ല വെയിലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഹായ് ഗൈസ്, ഹൗ ആർ യു ഡൂയിങ്? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഞാൻ കുറേ ദിവസമായി വ്ളോഗൊക്കെ ചെയ്തിട്ട്, ഐ തിങ്ക് ഒരു 2 വീക്സിൻ്റെ മേലൊക്കെ ആയി ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ ഐ വാസ് ടു ലേസി. ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു ഒരു വ്ളോഗ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ. ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ വ്ളോഗിന് കുറച്ചുകൂടെ ടൈം വേണം എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനൊക്കെ. സോ ഐ വാസ് എന്താ പറയുക, ഭയങ്കര ലേസി ആയിരുന്നു. പിന്നെ ഞാൻ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബിസി ആയിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ കുറേ നാളിന് ശേഷം ഇന്ന് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നെന്തോ ഒരു വ്ളോഗ് എടുക്കണം തോന്നി കേട്ടോ. സാധാരണ അങ്ങനെ തോന്നാത്ത ടൈമിൽ എന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ചൊന്നും ഞാൻ എടുക്കാറില്ല. എനിക്ക് മൂഡ് വരുമ്പോൾ മാത്രമേ എടുക്കാറുള്ളൂ. സോ ഐ തോട്ട് ഇന്ന് എടുത്തേക്കാന്ന്. ആൻഡ് എന്താണ്, ഞാൻ രാവിലെ എഴുന്നേറ്റൊക്കെ വന്നു, എന്താ പറയുക, ബ്രഷൊക്കെ ചെയ്തു. ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ ഇന്നൊരു വർക്കിംഗ് ഡേ കൂടിയാണ്. സോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഇറ്റ്സ് എ കൈൻഡ് ലൈക്ക് ഡേ ഇൻ മൈ ലൈഫ്, ഒരു മോർണിംഗ് വ്ളോഗ്, സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനത്തെ ഒരു വീഡിയോ ആയിരിക്കും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ വീഡിയോ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്നലെ ആക്കി വെച്ചിട്ടുണ്ട്, ഓവർനൈറ്റ് ഓട്സ്. അപ്പോൾ അതിൽ കുറച്ച് ഇനി ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാനേ ഉള്ളൂ. എന്നാൽ പെട്ടെന്ന് കഴിക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ വിശക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 10 മണി ആയിട്ടുണ്ടാവും. ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ്. ഇന്നലെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് യെസ്റ്റർഡേ ഐ വാസ് ഡൂയിങ് ഈവനിങ് ഷിഫ്റ്റ് വിച്ച് ഈസ് 4 to 12. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വീട്ടിലെത്തിയപ്പോൾ ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറച്ച് ട്രാഫിക്കിലൊക്കെ പെട്ടിട്ട് കുറച്ച് ലേറ്റായി. നൈറ്റ് യൂഷ്വലി അങ്ങനെ ട്രാഫിക് ഉണ്ടാവാറില്ല, പക്ഷെ ഇന്നലെ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. എന്താണെന്നറിയില്ല, ഞാൻ ഉറങ്ങുമായിരുന്നു. ബട്ട് സ്റ്റിൽ 1:30 ഒക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. സോ രാവിലെ എഴുന്നേറ്റപ്പോൾ കുറച്ച് നന്നായിട്ട് ലേറ്റായി ആൻഡ് വിശക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ആംഗിളിൽ വെളിച്ചൊഴിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫ്രൂട്ട്സ് ഒക്കെ പെട്ടെന്ന് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. സോ ഇതാണ് ഞാൻ ഇന്നലെ പ്രിപ്പയർ ചെയ്ത് വെച്ചത്. ഫ്രൂട്ട്സ് നമുക്ക് ബനാനയുണ്ട്, പിന്നെ ബ്ലൂബെറി. ഇത് ഞാൻ ഇന്നലെ കഴുകി വെച്ചതാണ് കേട്ടോ ഇതിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ കഴുകി വെച്ച. സോ ഇത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ് ലെറ്റ്സ്. ഈ മുഴുവൻ ബനാന ഞാൻ കഴിക്കുമെന്ന് ചോദിച്ചാൽ കഴിക്കണം. നാട്ടില് നമ്മുടെ റോബസ്റ്റ പഴയില്ലേ, അതേപോലത്തെ പഴമാണത്. പക്ഷെ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആ ഒരു സെയിം ടേസ്റ്റ് അല്ല കേട്ടോ, വേറെ ടേസ്റ്റ് ആയിരുന്നു. ദിസ് ഈസ് ഇങ്ങനെ എല്ലാവരും എന്താ പറയുക, ഫിലിപ്പീനോ പഴം എന്നൊക്കെയാണെന്ന് തോന്നുന്നു ഇതിന്റെ പേര്. സോ ഞാൻ ആദ്യം, എനിക്ക് പഴം വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അർജുന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെയാണെങ്കിൽ ഡെയിലി പഴം, എവിടെ നോക്കിയാലും ഡൈനിങ് ടേബിളിലും കിച്ചണിലും ഒക്കെ പഴം ഇരിക്കുന്നുണ്ട്. കാരണം അച്ഛനും അമ്മയൊക്കെ കഴിക്കും, അവർക്കൊക്കെ ഇഷ്ടമാണ്. അതേപോലെ അർജുനും ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഈ പഴം എന്ന ഒരു എന്താ പറയാ അത്ര ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അതിനുമുമ്പേ ഞാൻ അങ്ങനെ വല്ലാതെ പഴമൊന്നും കഴിക്കുന്ന ഒരാളാണ്. എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുന്നല്ലാതെ അങ്ങനെ ഡെയിലി കഴിക്കുക, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പഴം കഴിക്കുക, ഈ പഴം വെച്ചിട്ടുള്ള എന്തെങ്കിലും ബനാന ഡിഷസ് ഒക്കെ കഴിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ മാരേജിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ കുറെ മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വന്നത്. ഐ മീൻ ഇത് ഹെൽത്തി ചേഞ്ചസ് ആണ്, അങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്യിപ്പിച്ച് വന്ന ചേഞ്ചസ് ഒന്നുമല്ല. എനിക്ക് തോന്നിയ ശേഷം എന്താണ് ഞാൻ
ചേഞ്ച് ചെയ്തതാണ് എൻ്റെ ഡയറ്റ്, അതേപോലെ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ചില ഫുഡ് ഐറ്റംസ് ഒക്കെ എന്താ പറയുക, എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത എൻ്റെ ഡയറ്റാണ്. ഞാൻ വാരി വലിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. കാണുന്ന എല്ലാം ഞാൻ കഴിക്കും, ഭയങ്കരമായിട്ട് കഴിച്ചു. ഞാനൊക്കെ എന്താ PG ബീഫാം ആ ഒരു ടൈമിലൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന വെച്ചാല് എന്താ പറയാ, നന്നായിട്ട് കഴിക്കായിരുന്നു. പക്ഷെ കല്യാണത്തിന് ശേഷം ഞാൻ അർജുന്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും ഭയങ്കര ഡയറ്റൊക്കെയാണ്. കുറച്ച് എന്താ പറയാ, ഇപ്പൊ റൈസ് ഒക്കെ ആണെങ്കിലും അവര് ഒരു കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുള്ളൂ. അങ്ങനെ ഭയങ്കര എന്താ കുറച്ച് സ്ട്രിക്റ്റ് ഡയറ്റുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ഇൻസ്പയർഡ് ആയി, ടു ബി ഓണസ്റ്റ്. അച്ഛനും അമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് വെള്ളം കുടിക്കുക, അങ്ങനെ കുറെ ശീലങ്ങൾ എനിക്ക് അവിടുന്ന് കിട്ടിയതാണ്. ഞാൻ രാവിലെ എഴുന്നേക്കാന്ന് വെച്ചാൽ ഒരു 8 മണിക്കൊക്കെയാണ് എഴുന്നേറ്റ് വരിക. അപ്പൊ കിച്ചണിലേക്ക് പോകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് ഇനി അടിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകും. അപ്പൊ അമ്മ ആദ്യം വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കുക, വെള്ളം കുടിച്ചോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, അങ്ങനെ 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 ശീലമായി. ബ്ലൂബെറി actually ഇത് കുറേ ബനാനയായിപ്പോയി. So today I'm going to add a little bit of honey. Honey അങ്ങനെ ആഡ് ചെയ്യാറില്ല, ആദ്യമൊന്നും ആഡ് ചെയ്യാറില്ല. ഇപ്പം ഇടയ്ക്കൊക്കെ ഞാൻ ഒരു എന്താ പറയുക മൂഡ് തോന്നുമ്പോൾ ആഡ് ചെയ്യാറുണ്ട്. സോ ടുഡേ നമുക്ക് കുറച്ച് ഹണി ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. സ്ട്രോബെറി ഇല്ല, എനിക്ക് ഇതിന്റെ കൂടെ സ്ട്രോബെറി കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. സ്ട്രോബെറി ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. തുടച്ചിട്ട് വെക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വെക്കാം. So guys, let's go have our breakfast. So yeah, it's ready. ഇതിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് റോൾഡ് ഓട്സ് ഉണ്ട്, പിന്നെ ചിയ സീഡ്സ് ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള ലോ ഫാറ്റ് ഗ്രീക്ക് യോഗട്ട് ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ മിൽക്കും കൂടെ. ഞാൻ നോർമൽ മിൽക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സോയ മിൽക്ക്, ആമണ്ട് മിൽക്ക്, സ്കിം മിൽക്ക് അങ്ങനെ ഇതിലൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് നോർമൽ മിൽക്ക് വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. സോ ഞാൻ അതാണ് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഹണിയും കൂടെ, പിന്നെ ബ്ലൂബെറി, ബനാന, പിന്നെ ഞാൻ കുറച്ച് ഹണിയും കൂടെ ഡ്രിസിൽ ചെയ്തിട്ടുണ്ട്. ഹണി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, നിർബന്ധമൊന്നുമില്ല. പക്ഷെ കുറച്ച് മധുരം ഇഷ്ടമുള്ളവർക്ക് ഹണിയും കൂടെ ഡ്രിസിൽ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു ഓവർനൈറ്റ് ഓട്സ് ആദ്യത്തെ തവണ കഴിക്കുമ്പോൾ ഇഷ്ടമാവാൻ ചാൻസ് ഭയങ്കര കുറവാണ് കേട്ടോ. ഫസ്റ്റ് ടൈം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. എനിക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 2-3 വട്ടം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കും. സോ എന്താ പറയുക, കുറേ പേര് ഇങ്ങനത്തെ ഷോർട്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇഷ്ടമല്ല, കഴിച്ചിട്ട് എനിക്ക് മാത്രമാണോ ഇഷ്ടമാവാത്തത്, ഇതിൻ്റെ ടേസ്റ്റ് ഇവരൊക്കെ ഇങ്ങനെയാണ് കഴിക്കുന്നതൊക്കെ. പക്ഷേ ഫോർ ദ ഫസ്റ്റ് ടൈം ടു ബി ഓണസ്റ്റ് എനിക്കും ആ ഒരു സെയിം ഫീൽ തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആഫ്റ്റർ ലൈക്ക് 2-3 ഒരു 3-4 വട്ടമൊക്കെ കഴിച്ച ശേഷം, 1-2 വട്ടമൊക്കെ കഴിച്ച ശേഷം പിന്നെ ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ്സ്. എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻ തന്നാൽ ഇതിൽ ഒരെണ്ണം ഞാൻ എന്തായാലും ഓട്സ് ആയിരിക്കും, ഓവർനൈറ്റ് ഓട്സ് ആയിരിക്കും പിക്ക് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ഈ രാവിലേക്ക് ഈ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, ഐ മീൻ പെട്ടെന്ന് രാവിലെ ഏർലി മോർണിംഗ് ഒക്കെ പോകേണ്ടവരാണെങ്കിൽ ഫോർ ദം ഇറ്റ്സ് സോ ഈസി ടു പ്രിപ്പയർ. ലൈക്ക് നൈറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ മതി. രാവിലെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യുക, ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് ആഡ് ചെയ്യാറ്. അതാണ് കുറച്ചുകൂടെ എനിക്ക് എന്താ പറയുക, കുറച്ചുകൂടെ ഒരു ഫ്രഷ്നെസ് വരുന്നത് കേട്ടോ. എനിവേ, ഞാൻ ആ ഒരു കമന്റ് കണ്ടതിന് ഞാൻ കുറെ എപ്പോഴേലും അത് പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ചാൻസ് കിട്ടിയപ്പോൾ പറഞ്ഞു. എനിവേ, ലെറ്റ് മീ ഫിനിഷ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. സോ ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു.
വൈകുന്നേരം പക്ഷെ നമുക്ക് ലഞ്ചും കൂടെ ആക്കണം. ലഞ്ച് റൈസോടെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറും സാധാരണ ചോറും കറിയൊക്കെയാണ് കഴിക്കാറുള്ളത്. ഒരു നേരെ റൈസ് കഴിക്കാറുള്ളൂ, അത് ഉച്ചയ്ക്ക് മാത്രം. രാത്രി അധികം കഴിക്കാറില്ല. ഉച്ചയ്ക്ക് ചില ദിവസങ്ങളിൽ കഴിക്കുകയാണെങ്കിൽ ലഞ്ച് വീട്ടിൽ നിന്ന് കഴിക്കുകയാണെങ്കിൽ എന്താണ് റൈസ്, കറി, ചിക്കൻ, തോരൻ ഉപ്പേരി അങ്ങനത്തെയൊക്കെയാണ് കഴിക്കാറുള്ളത്. ഇനിയിപ്പോ പാക്ക് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ എന്തെങ്കിലും സാൻഡ്വിച്ചോ സാലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സോ ഇന്ന് നമുക്ക് ലഞ്ച് ഇവിടെ ആക്കാം. ഓൾറെഡി ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ചിക്കൻ കൂടെ ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം. പിന്നെ വേറെ എന്തെങ്കിലും ഒരു ഉപ്പേരി വയ്ക്കാം. അങ്ങനെ സിമ്പിൾ ആയിട്ട് ചെയ്യാം കേട്ടോ. ടൈം ഭയങ്കര കുറവാണ്. എല്ലാം പെട്ടെന്ന് തീർത്തിട്ട് വേണം എനിക്ക് പോവാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ്സ് ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പീസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ അർജുൻ ഡ്യൂട്ടിക്ക് പോയി. അർജുൻ രാവിലെ പോയതാണ് കേട്ടോ. അർജുൻ അങ്ങനെ വന്നിട്ട് വേറെ ചെയ്തോളും. ഗായ്സ്, നമ്മുടെ ലഞ്ച് ഏകദേശം ആയിട്ടുണ്ട്. ഇനി കുറച്ച് പണിയും കൂടെ ഉള്ളൂ. എനിക്കിന്ന് 3 to 11 ആണ് കേട്ടോ എൻ്റെ ഷിഫ്റ്റ് വരുന്നത്. സോ അതിൻ്റെ മുമ്പേ എല്ലാം തീർത്തിട്ട് വേണം. എനിക്കിവിടുന്ന് ഒരു ഇവിടെ എയർ ഫ്രയറിൻ്റെ സൗണ്ട് ഉണ്ട്. എനിക്കിവിടുന്ന് ഒരു 12:45 ഒക്കെ ആകുമ്പോൾ ഇറങ്ങണം. അതിൻ്റെ മുമ്പേ എല്ലാം തീർക്കണം. സോ ഏകദേശം ഇനി ഞാൻ പെട്ടെന്ന് പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാം. ഞാനിന്ന് ഇവിടേക്ക് ഇങ്ങനെ ഡാർക്ക് ആയിട്ടിരിക്കുന്നേ. ഇവിടെ വിളിച്ചുണ്ടോ? കുളിച്ചിട്ട് വരാം. എന്താണ്, ഞാൻ ഇന്നൊരു ഹെയർ വാഷും കൂടെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹെയർ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഓയിലി ആയിട്ട് ഇങ്ങനെ സ്റ്റിക്കി ആവും. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. 2 ദിവസമായിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ട്. പക്ഷെ എന്നാലും കണ്ടത് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് വരും. അപ്പം ഞാനൊന്ന് ഷാമ്പു ഇട്ടിട്ടൊക്കെ ഒന്ന് ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. സോ ഡിന്നറും കൂടെ പാക്ക് ചെയ്യാനുണ്ട്. അത് പാക്ക് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. ഇന്നത്തെ സ്കിൻ കെയറിന് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെൻറ്റല്ല വാട്ടർ ആൽക്കഹോൾ ഫ്രീ ടോണർ, പിന്നെ ഓർഡിനറിയുടെ നിയാസിനാമൈഡ് 10% പ്ലസ് സിങ്ക് 5%, സിങ്ക് ഈസ് 1% സീറം, പിന്നെ നമ്മുടെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ എസെൻസ്, പിന്നെ അണ്ടർ ഐ ക്രീം. ഓക്കെ, ദിസ് ഇസ് ദ അണ്ടർ ഐ ക്രീം. പിന്നെ മോയ്സ്ചറൈസിങ് ലോഷൻ. പിന്നെ ഞാൻ സെറാവിയുടെ തന്നെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സൺസ്ക്രീൻ ഞാൻ ഇനി ഇപ്പോൾ ഇട്ടിട്ടില്ല. റെഡി ആകുമ്പോൾ, അതായത് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ റെഡിയാവും. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് ആണ്. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. നിങ്ങൾ എൻ്റെ വ്ളോഗ് കാണുന്നവരാണെങ്കിൽ ഇത് എപ്പോഴും കാണാറുണ്ടായിരിക്കും. സോ യാ, സ്കിൻ കെയർ ഈസ് ഡൺ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൺസ്ക്രീൻസ് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം എൻ്റെ കയ്യിൽ 4 എണ്ണം ഉള്ളത്. ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അതിപ്പോൾ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ബോട്ടിൽ പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഞാൻ കളഞ്ഞെന്ന് തോന്നുന്നു. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ യൂസറിൻ്റെ ഹൈഡ്രോ പ്രൊട്ടക്റ്റ് അൾട്രാ ലൈറ്റ് ഫ്ലൂയിഡാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ പറയാം, ഇതൊരു ഭയങ്കര എന്താ പറയുക, നിങ്ങൾക്കൊരു ഡ്രൈ ടച്ച് ആണ് അതിൻ്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറയുന്നത്. കുറച്ച് നല്ല സ്കിന്നൊന്ന് എന്താണ്, നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയിട്ടിരിക്കും. എനിക്ക് പക്ഷേ പേഴ്സണലി എൻ്റെ സ്കിന്ന് കുറച്ച് ഓയിലി ആയിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. ആർക്കാണോ ഇങ്ങനെ സ്റ്റിക്കി അല്ലാതെ ഭയങ്കര എന്താ ഒരു ഫിനിഷിങ്ങിൽ ഡ്രൈ ആയിട്ടിരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. യൂസറിൻ്റെ ഈ ഒരു ഹൈഡ്രോ പ്രൊട്ടക്റ്റ് സൺസ്ക്രീൻ. പിന്നെന്താ പറയുക, എനിക്ക് അതായത് എനിക്ക് ചില സൺസ്ക്രീൻ, ഞാനിപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിങ്ങനെ
ഇങ്ങനെ എന്താ പറയുക, കുറച്ചിങ്ങനെ എന്താ പറയുക സ്റ്റിക്കി ആയിട്ടിരിക്കുക. അത് ആർക്കും ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ ഫോർ മീ പേഴ്സണലി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ അങ്ങനെ ഇഷ്ടമുള്ളവരൊരിക്കലും ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അല്ലാത്ത സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ, ഐ മീൻ ഡ്രൈ ഇൻ ദ സെൻസ് അങ്ങനത്തെ ഡ്രൈ അല്ല, ഒരു ഡ്രൈ ഫിനിഷിങ്ങിൽ സൺസ്ക്രീൻ ഇട്ട ശേഷം നിൽക്കണമെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് രണ്ടെണ്ണം ഉള്ളത് ഇസ്റ്റിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ്. ഇസ്റ്റിൻ്റെ ഫ്യൂഷൻ ഫ്ലൂയിഡ് മിനറൽ വരുന്നതും പിന്നെ ഫ്യൂഷൻ വാട്ടറും. ദിസ് ഇസ് മിനറൽ സൺസ്ക്രീൻ ആൻഡ് ദിസ് ഇസ് കെമിക്കൽ സൺസ്ക്രീൻ. ഈ സൺസ്ക്രീനിനെ കുറേ ആയിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കെമിക്കൽ മിനറൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അതിൻ്റെ സൺ പ്രൊട്ടക്ഷൻ തരുന്ന, അതായത് എന്ത് പ്രൊഡക്റ്റ് ആണോ അതിൽ സൺ പ്രൊട്ടക്ഷൻ തരുന്നത്, സ്ക്രീനിങ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ കെമിക്കൽ സൺസ്ക്രീൻ ആണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ മിനറൽ ആണ് കുറച്ചുകൂടെ സേഫ് എന്നൊക്കെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എനിവേ, മിനറൽ എന്ന് പറയുന്നത് കുറച്ച് ഒരു ഹെവിയാണ് സ്കിന്നിൽ. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് അബ്സോർബ് ആവില്ല. അത് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം എടുക്കും. അതായത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു പെയിൻ്റ് അടിച്ച പോലെ ഇരിക്കും. കുറച്ച് നേരം കഴിയണം അതൊന്ന് സ്കിന്നിലേക്ക് ഒന്ന് ബ്ലെൻഡായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതാണ് ഈ മിനറൽ സൺസ്ക്രീൻ കേട്ടോ. എനിക്ക് കുറച്ച് ഒരു ഹെവി സാധനം നമ്മുടെ സ്കിന്നിൽ ഇട്ട പോലെയാണ് തോന്നിയിട്ടുള്ളത് ഇതിട്ടപ്പോൾ. ഇത് പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ചിലർക്കൊക്കെ ഈ കെമിക്കൽ ഫിൽറ്റേഴ്സ്, അതായത് കെമിക്കൽ സൺസ്ക്രീൻ അലർജി ആയിട്ടുള്ളവർക്ക് ഉണ്ടാവാം. അപ്പോൾ അതിന് ഇൻടോളറൻ്റ് ആയിട്ടുള്ള കെമിക്കൽ ഫിൽറ്റേഴ്സിന് ഇൻടോളറൻ്റ് ആയിട്ടുള്ളവർക്ക് ഇത് ഒരു ഓപ്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. സോ യാ, ഇത് ദാറ്റ്സ് ദാറ്റ്. പിന്നെ ഫ്യൂഷൻ വാട്ടർ, ഇത് എനിക്ക് കുറച്ചുകൂടെ മിനറലിനെക്കാട്ടും കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇതിന് സ്മെല്ലുണ്ടായിരുന്നു, ഇതിനൊരു നൈസ് സ്മെല്ലൊക്കെ ഉണ്ട്. ഇതും അതേപോലെ തന്നെ ഒരു ഡ്രൈ ഫിനിഷിങ്ങിലാണ് നമുക്ക് കിട്ടുക. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നതിനോട് വലിയൊരു താല്പര്യമല്ല. എന്നാലും ദിസ് ഇസ് നല്ലൊരു സൺസ്ക്രീൻ ആണ്. പക്ഷെ ഇതിൻ്റെ അവസാനം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചൊരു ടൈം കഴിയുമ്പോൾ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ അർജുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇതിലെല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഈ മിനറൽ ഞങ്ങൾ അധികം സ്റ്റിൽ ഹെവി ഞങ്ങൾ അധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇത് നമുക്ക് കുറേ ടൈം ഉള്ളപ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എൻ്റെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആവുന്നേ ഇല്ല. ഒരു വട്ടം ഞാൻ പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് സൺസ്ക്രീൻ ഇട്ടതാണ്. പക്ഷേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അത്രയും കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആ സ്കിന്നിൽ അതൊന്ന് ബ്ലൻഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ കുറച്ച് ടൈം ഉള്ളപ്പോഴൊക്കെയാണ് ഞാനിത് യൂസ് ചെയ്യാറുള്ളത്. ആൻഡ് മൈ ഫേവറേറ്റ് സൺസ്ക്രീൻ, ദിസ് ഇസ് ഫ്രം ബ്യൂട്ടി ഓഫ് ജോസൺ ഓർ ജാസൺ, ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഇറ്റ്സ് ജോസൺ, ബ്യൂട്ടി ഓഫ് ജോസൺ. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. ഇതെൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതേപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വേറെ ഒന്നാണ് ബയോഡെർമയുടെ ആ ഒരു എന്താണ് കളേർഡ് ആയിട്ടുള്ള ഫ്ലൂയിഡിൽ വരുന്നത്. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടും ഞാൻ പറയാം കുറച്ച് ഓയിലി ആയിട്ടാണ്. ഇട്ട് കഴിഞ്ഞാൽ കുറേ സമയം കഴിഞ്ഞാലും ഒരു ഷൈനി ഓയിലി ആയിട്ടാണ് ഇത് നിൽക്കുക. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് ഇഷ്ടാവുള്ളൂ കേട്ടോ. ഇതിൽ SPF 15 പിന്നെ പ്രോബയോട്ടിക്കും റൈസ് പ്രോട്ടീനൊക്കെയാണ് ഇതിലുള്ളത്. സോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ ഒക്കെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ ഒരു ബോട്ടിൽ തീർന്നപ്പോഴാണ് ഞാൻ ഈ ഒരു 3 എണ്ണം വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ കുറച്ച് യൂസ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ബാക്ക് ടു ഈ ഒരു സൺസ്ക്രീനിലേക്ക് തന്നെ വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് അഫോർഡബിൾ. സ്റ്റിൽ ഈ 4നും പ്രൈസ് ഉണ്ട്. പക്ഷേ ഈ ഒരു 3 ബ്രാൻഡിനെയും കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് അഫോർഡബിൾ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ഭയങ്കര ലൈറ്റാണ്, ഭയങ്കര സ്കിന്നിലിട്ട് കഴിഞ്ഞാൽ ഒരു ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ കുറച്ച് പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് അറിയാവുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്യാത്ത സൺസ്ക്രീൻ എനിക്കങ്ങനെ പെട്ടെന്ന് റിവ്യൂ പറയാൻ അറിയില്ല. സോ ബയോഡെർമ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതും നല്ലതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത്? ലറോഷ് പോസെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല, ഇല്ലാന്ന് തോന്നുന്നു. ഈ ഒരു 4 എണ്ണം, ഈ ഒരു 5 സൺസ്ക്രീനും എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയത്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ മിനറലൊക്കെ നിങ്ങൾ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ചിട്ട് യൂസ് ചെയ്യണം. സോ ദാറ്റ്. ഇനി ഞാൻ പോയിട്ട് പെട്ടെന്ന് റെഡി ആവട്ടെ കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് ടൈമായി. അതിൻ്റെ ഇടയിൽ ലഞ്ച് കഴിക്കാൻ ടൈം ഉണ്ടെങ്കിലേ ഞാൻ കഴിക്കുള്ളൂ. ഇപ്പം തന്നെ ലേറ്റായി വ്ളോഗ് എടുത്തിരുന്നിട്ട്. സോ യാ, ബൈ ഗൈസ്. നമുക്ക് എൻ്റെ ഡിന്നർ പാക്ക് ചെയ്ത് എടുക്കാം കേട്ടോ.
This is avocado. ഞാൻ ഇന്നലെ ഹാഫ് പോർഷൻ എടുത്തിട്ട് ബാക്കി ഞാൻ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. സോ ഈ സ്കിൻ ഇങ്ങനെ ക്ലീൻ ഓഫ് ചെയ്തിട്ട് ഐ തിങ്ക് സ്കോപ്പ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നമുക്ക് കുഴപ്പമിരിക്കും. ഗൈസ്, ഇത്രയ്ക്ക് ഐറ്റംസ് ആണ് ഞാനൊന്ന് ആക്കിയിട്ടുള്ളത്. കായുപ്പേരി, ചെറുപയർ കറി, ദെൻ ചിക്കൻ ഗ്രില്ല് ചെയ്തെടുത്തത്, പിന്നെ ചോറ്. ഇനി അച്ചാറും കൂടെ ഉണ്ട്, അത് ഞാനിതിൽ വിളമ്പാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്, ഞാൻ പോയിട്ട് കഴിക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. ചിക്കൻ ചേർത്തിട്ട് കഴിക്കാം. هاي ايانا. فيليسينا اخي البول. Hi. Hi, Dr. Ayana. Such honor for us to work with us today. Yes. Yes, what? Really, thank you. Thank you. I didn't mean what you. Thank you. حبيبتي يا ايانا.